നിങ്ങൾക്കറിയാമോ, കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ തെരഞ്ഞെടുപ്പിന് ഒരു ചരിത്രമുണ്ട്. അധികം പതിറ്റാണ്ടുകളൊന്നും പിന്നോട്ടു പോകേണ്ട ആ ചരിത്രം ചികഞ്ഞ് വെറും 11 കൊല്ലം പിന്നോട്ടു പോയാൽ മതി. അതെ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആ ചരിത്രം പിറന്നത്. പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ ക്യാമറ വെച്ച് വെബ്കാസ്റ്റിംഗ് നടത്തിയത് അന്നായിരുന്നു. ആ വെബ്കാസ്റ്റിംഗിന്റെ ലിങ്ക് ഓരോ പാർട്ടിക്കാർക്കും മാധ്യമങ്ങൾക്കും നൽകി തെരഞ്ഞെടുപ്പ് നടപടി അങ്ങേയറ്റം സുതാര്യമാക്കി ചരിത്രം കുറിച്ചത് കേരളവും. അന്ന് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഈ സുതാര്യമായ നടപടി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുത്ത ചരിത്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വിടില്ല എന്ന് വാദിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. ഒന്ന് ഓർത്തു നോക്കൂ, വെറും ഒരു പതിറ്റാണ്ട് കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വന്ന മാറ്റം എത്രത്തോളമുണ്ട് എന്ന്. അതുകൊണ്ടാണ് ചില വോട്ടർമാരും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ BJP പിടിമുറുക്കി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നെടുനായകത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് വെപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതും കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും എല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കമ്മീഷൻ അത് കൃത്യമായി ചെയ്തു പോരുകയും ചെയ്തിരുന്നു. നിഷ്പക്ഷമായും സുതാര്യമായും തങ്ങളുടെ കൃത്യം നിർവഹിച്ചു പോന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള ദൂരം ഒന്ന് അളന്നു നോക്കണം. അപ്പോഴറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടക്കുന്ന പൊള്ളത്തരങ്ങൾ. തെരഞ്ഞെടുപ്പ് വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളുടെ പേരിലെ ഇരട്ടത്താപ്പ്. 11 വർഷം മുൻപ് പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിലെ ദൃശ്യങ്ങൾ തത്സമയം പുറത്തുവിട്ട് സുതാര്യമായി വോട്ടെടുപ്പ് നടത്തിയതിന് പോളിംഗ് ഉദ്യോഗസ്ഥനെ അവാർഡ് നൽകി ആദരിച്ച ചരിത്രമുള്ള കമ്മീഷൻ തന്നെയാണ് ഇന്ന് ദൃശ്യങ്ങൾ പുറത്തുവിടില്ല എന്ന് വാശി പിടിക്കുന്നത്. അന്ന് കള്ളവോട്ട് കണ്ടെത്താനാണ് വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയത് എങ്കിൽ ഇന്ന് അതേ കള്ളവോട്ട് ചെയ്തത് തിരിച്ചറിയാതിരിക്കാനാണ് ദൃശ്യങ്ങൾ പുറത്തുവിടാനാകില്ല എന്ന വാശി. കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന P. ബാലകിരണിനാണ് അന്ന് 173 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി രാജ്യത്തിന് തന്നെ മാതൃക കാട്ടിയതിന് ബെസ്റ്റ് ഇലക്ടറൽ പ്രാക്ടീസ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവാർഡ് നൽകിയത്. അതിനുശേഷം 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം ഒരുക്കി മുഴുവൻ വോട്ടർമാരുടെയും മുഖം ക്യാമറയിൽ പതിയുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഈ മാതൃകയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി നടപ്പാക്കി വരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടപ്പാക്കിയിരുന്നു. കള്ളവോട്ട് പരാതികളിൽ ദൃശ്യങ്ങൾ തെളിവായതോടെ കണ്ണൂർ ജില്ലയിൽ 7ഇടത്താണ് 2019 റീപോളിംഗ് നടത്തിയത് എന്ന ചരിത്രം കൂടി മറന്നുപോകരുത്. അതേ നാട്ടിലാണ് ഇന്ന് കള്ളവോട്ട് കണ്ടുപിടിക്കപ്പെടുമെന്നും ചെമ്പ് പുറത്താകുമെന്നും ഭയന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദൃശ്യങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അധികാര കസേരയിലെത്തുന്നവർ അഴിമതി നടത്തിയ വാർത്തകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ അധികാരത്തിലെത്താൻ വേണ്ടി തന്നെ മോഷണം നടത്തിയെന്ന വാക്ക് നാം കേൾക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. 2 മാസം മുൻപ് വോട്ട് ചോരി എന്ന ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എത്തുന്നതുവരെ വോട്ട് ചോരി എന്ന ആരോപണം കേട്ടുകേൾവി പോലും ഇല്ലാത്തതായിരുന്നു. വോട്ട് മോഷ്ടിച്ച് ഒരു രാജ്യത്തിന്റെ തന്നെ അധികാരം കവർന്നെടുത്തെന്ന ആരോപണത്തിലൂടെ ലോകത്തിന് മുന്നിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ തലകുനിക്കേണ്ടി വന്നു. തെളിവുകൾ സഹിതം ഈ വോട്ട് മോഷണം പുറത്തു വന്നതോടെ മോഷ്ടാക്കൾക്ക് നിൽക്കക്കള്ളിയില്ലാതായി. കാര്യമായ പ്രതിരോധമൊന്നും ഇല്ലാതെ ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ മാത്രമായി BJP സമയം കണ്ടെത്തി. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി അടുത്ത ബോംബും പൊട്ടിച്ചിരിക്കുന്നു. വോട്ട് മോഷ്ടിച്ചാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് എന്നും അതിന് തന്റെ പക്കലുള്ള തെളിവുകൾ ജെൻസിക്ക് അഥവാ ഇന്ത്യയിലെ പുതുതലമുറയ്ക്കും നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 3 ദിവസം മുൻപ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടുവെന്നും ഹൈജാക്ക് ചെയ്യപ്പെട്ടുവെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യം തന്നെ മോഷ്ടിക്കപ്പെട്ടെന്ന പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയാണ്. പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചതും BJP രാജ്യത്താകമാനം വോട്ടുകൾ മോഷ്ടിക്കുന്നത് പുതുതലമുറയ്ക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഞങ്ങളത് പറയുമെന്നതിൽ സംശയമൊന്നും വേണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തനിക്കത് സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ തെളിവാണ്. വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനകം നിരവധി രേഖകൾ പൊതുമധ്യത്തിൽ രാഹുൽ ഗാന്ധി ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ രാഹുൽ ഗാന്ധി കൃത്രിമമായി സൃഷ്ടിച്ചതല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തയ്യാറാക്കിയ വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് രാഹുൽ ഗാന്ധി ഈ തെളിവുകളെല്ലാം പുറത്തുവിട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് തെളിവുകൾ നൽകിയത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു കർണാടകയിലെ അലന്ദിലോ മഹാദേവപുരയിലോ ഹരിയാനയിലോ മാത്രമൊന്നുമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും വോട്ട് മോഷ്ടിക്കാൻ BJPയും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി വീണ്ടും വെളിപ്പെടുത്തുന്നത്.
പക്ഷേ ബീഹാറിലെ പുതുതലമുറ അതിന് സമ്മതിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു. തനിക്കൊപ്പം രാജ്യത്തെ പുതുതലമുറ അണിനിരക്കും എന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് രാഹുലിനെ ഈ പോരാട്ടത്തിൽ മുന്നിൽ നിർത്തുന്നതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സുവെച്ചാൽ വിരലിനൊടിക്കുന്ന വേഗത്തിൽ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും കണ്ടെത്താൻ സാധിക്കും. ഇന്ന് അതിനു വേണ്ട സാങ്കേതിക വിദ്യയും അവരുടെ പക്കലുണ്ട്. പക്ഷേ വിചാരിക്കില്ല എന്ന് മാത്രം. വോട്ടർ പട്ടികയിലെ പേരുകളുടെ ആവർത്തനം കണ്ടെത്തി അത് നീക്കാൻ സഹായിക്കുന്ന ഡൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൊടിപിടിച്ച് കിടക്കുകയാണ്. 2 വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല എന്നാണ് കണ്ടെത്തൽ. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് വ്യാജ വോട്ടർമാരെ നീക്കാമെങ്കിലും BJPയെ സഹായിക്കാൻ അത് ചെയ്യുന്നില്ല എന്ന അതീവ ഗുരുതരമായ ആരോപണം രാഹുൽ നടത്തിയതിന് പിന്നാലെയാണ് സോഫ്റ്റ്വെയർ വർഷങ്ങളായി കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല എന്ന വിവരവും പുറത്തുവരുന്നത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അഥവാ CDAC ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഒരേ ഫോട്ടോ ആവർത്തിക്കുന്നതും ഒരേ ആൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടറായി എത്തുന്നതും കണ്ടെത്താൻ ഈ സോഫ്റ്റ്വെയർ ഉപകരിക്കും. കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അതിന്റെ കണക്കുകളും പുറത്തുവിട്ടിരുന്നു. അന്ന് ക്രമക്കേട് ആരോപിച്ച് ഹരിയാന സംസ്ഥാന പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത് 16 പരാതികളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷമായിട്ടും കമ്മീഷൻ ഈ പരാതികളിൽ അടയിരിക്കുകയാണ്. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിലും കോൺഗ്രസ് നേതാക്കൾ ഹർജികൾ നൽകിയിട്ടുണ്ട്. അതേസമയം ബീഹാറിലും ഇന്ത്യ സഖ്യം തോൽവി ഉറപ്പിച്ചുവെന്നും തോൽവിയെ ന്യായീകരിക്കാനുള്ള നെറ്റ് പ്രാക്ടീസിംഗിലാണ് രാഹുൽ ഗാന്ധി എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതേസമയം രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നിനു പോലും മോദിക്ക് മറുപടി ഇല്ലെങ്കിലും പരിഹാസം കൃത്യമായി നടക്കുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. എന്തുകൊണ്ട് BJP രാഹുലിന് കൃത്യമായ മറുപടി നൽകുന്നില്ല? ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തേ മൗനം പാലിക്കുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലും ചർച്ച.